പ്രഗ്നൻ്റ് ആയ പല ആൾക്കാരുടെ ഒരു സംശയമാണ് ഏത് വശത്തോട്ടാണ് നമ്മൾ കിടക്കേണ്ടത്. ഇടത്തോട്ട് മാത്രമേ കിടക്കാൻ പാടുള്ളൂ, വലത്തോട്ട് കിടന്ന പ്രശ്നമുണ്ടോ, വലത്തിൽ നിന്ന് ഇടത്തോട്ട് മാറുമ്പോൾ എണീറ്റിട്ട് മാറണോ എന്നീ സംശയങ്ങളൊക്കെ ധാരാളം ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ക്ലാരിഫിക്കേഷൻ ഇന്നത്തെ വീഡിയോ. നമ്മൾ 5-ാം മാസത്തിന് ശേഷമാണ് കുട്ടിയുടെ വെയിറ്റ് ശരിക്കും വയ്ക്കുന്നത്. ആ സമയത്ത് കുട്ടിയുടെ വെയിറ്റ് ശരീരത്തിൻ്റെ പുറകുവശത്തുള്ള രക്തക്കുഴലുകളെ കംപ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് വലത്തുവശത്തുള്ള ഇൻഫീരിയർ വെയിനൊക്കെ ആവുന്ന ഒരു ബ്ലഡ് വെസലിനാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇടത്തോട്ട് കിടക്കാൻ പറയുന്നത്. ഇടത്തോട്ട് കിടക്കുന്നതിന് എപ്പോഴും സേഫ്, ഓട്ടം നടക്കാനും ഒപ്റ്റിമൽ ഗ്രോത്തിനൊക്കെ ഇടത് ഭാഗം കിടക്കുന്ന നല്ലതാണ്. എന്നാൽ നിങ്ങൾ അബദ്ധവശാൽ വലത്തോട്ട് കിടന്നു, ഉറക്കത്തിൻ്റെ വലത്തോട്ട് കിടന്നുപോയി എന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും സംഭവിക്കില്ല, കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ജസ്റ്റ് ഇടത്തോട്ട് ചരിഞ്ഞ് കിടന്നാൽ മാത്രം മതിയാവും. പിന്നെ അത് എണീറ്റ് കിടക്കണമെന്നൊന്നും ഇല്ല, ജസ്റ്റ് തിരിഞ്ഞ് കിടന്നാൽ മാത്രം മതി, എണീറ്റ് കിടക്കേണ്ട ആവശ്യമേ ഇല്ല. ഇടത്തോട്ട് കിടക്കാൻ സഹായിക്കുന്ന പില്ലോസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. യു ഷേപ്പ്ഡ് പില്ലോ എന്ന് പറയും. ഒരു ഭാഗം തലയിലടിയിലും ഒന്ന് ബാക്കിലും കാലിൻ്റെ ഇടയിലിട്ട് ഒരു ഭാഗം വരെ കണക്കാക്കി കിടക്കുന്നൊരു പില്ലാണ് യു ഷേപ്പ്ഡ് പില്ലോ. അതിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കെപ്പോഴും ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒന്നും അല്ലെങ്കിലും 3 തലയിൽ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് തലയിലും ഒന്ന് ബാക്കിലും ഒരെണ്ണം രണ്ട് കാലിൻ്റെ ഇടയിലോട്ട് വെച്ചാലും നമുക്ക് ഇടത്തോട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതിന് ഒരുപാട് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എപ്പോഴും കിടക്കുന്നത് കുട്ടിയുടെ വളർച്ചയ്ക്ക്, അമ്മയുടെ രക്തോട്ടത്തിനൊക്കെ നല്ലത് ഇടത് സൈഡാണ്.